അറിഞ്ഞോ? അറിഞ്ഞിട്ടില്ലേ? ആരും അറിഞ്ഞിട്ടില്ല, എല്ലാരും അറിഞ്ഞോ? ഇനി മോനെ അറിയാൻ ബാക്കിയുള്ളൂ. നാളെന്താ നടക്കാൻ പോണേ? അറിഞ്ഞിട്ടില്ലേ? നിങ്ങൾ മാത്രമേ അറിയാത്തുള്ളൂ. ഈ നാട് മൊത്തം അറിഞ്ഞിരിക്കുകയാണ്. എന്താ പറയാ, വളാഞ്ചേരി വേറെ ലെവലിലേക്ക് പോകുന്ന ദിവസമാണ് നാളെ. എന്താണ് വളാഞ്ചേരിയിൽ നാളെ എന്താ നടക്കാൻ പോകുന്നത്? എന്താ ഒരു പരിപാടി നടക്കണ്ട്. ഷോപ്പുകൾ ഞെട്ടിയില്ല, ഇത് കേട്ടപ്പോ ഞെട്ടിയോ? ഞെട്ടിയോടുത്തുണ്ട്, വമ്പൻ ഞെട്ടലെത്തില്ല. അതെന്താ വളാഞ്ചേരി മഹാ സംഭവം തന്നെ ആയിരിക്കും, അതിലൊരു സംശയം വേണ്ട. 102-നും 104-നും ഇടയിലുള്ള സംഖ്യ. ₹1 ചെരുപ്പ്, ഒരു ജോഡി ചെരുപ്പിന് ₹1. നാളെ റോഡില്ല, കോഴിക്കോട് റോഡില്ല. ഏതാണ് കട? നമ്മളെ കോഴിക്കോടാണല്ലോ. നാളെ ₹1 ചെരുപ്പ് കൊടുക്കുന്നുണ്ട്. ആ സ്ഥാപനത്തിന്റെ പേരെന്താ? എവിടെയാണ് സ്ഥാപനം? വളാഞ്ചേരി ടൗണിലാണ്. അത് സത്യമാണ് കേട്ടോ. ഒരു ജോഡി ചെരുപ്പ് ₹1 കൊടുക്കുന്നുണ്ട്. ഈ സ്ഥാപനത്തിന്റെ പേര് ഹറം സെന്റർ എന്നാണ്. അപ്പോൾ വളാഞ്ചേരിയിൽ നാളെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നുള്ളത് നിങ്ങളെ എല്ലാവരും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് വളാഞ്ചേരി ടൗണിലാണ്, അതായത് 3 Max ലൈവ് ഇപ്പം നിൽക്കുന്നത് വളാഞ്ചേരി ടൗണിലാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ നാളെ കൃത്യം 3 മണിക്ക് വളാഞ്ചേരിയിൽ ഒരു ഗംഭീരമായിട്ടുള്ള ഷോപ്പിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ്. അതായത് ഇമാജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിൻ്റെ ഓപ്പോസിറ്റായിട്ട് സ്ഥിതി ചെയ്യുന്ന ഹറം സെൻറ്റർ ഔട്ട്ലെറ്റിൻ്റെ ഉദ്ഘാടനമാണ്. അതായത് നമ്മുടെ ചെരുപ്പ്, ബാഗ് എന്ന് വേണ്ട വീട്ട് ആവശ്യ സാധനങ്ങളൊക്കെ നൽകുന്ന ഒരു ഷോപ്പാണ് കേട്ടോ. പ്രത്യേകിച്ച് കുട്ടികൾക്ക് പഠനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സാധനങ്ങളടക്കം ഏറ്റവും ചീപ്പ് റേറ്റിൽ. പ്രത്യേകിച്ച് നാളെ ഉദ്ഘാടന ദിവസം തന്നെ ഒരുപാട് പ്രത്യേകതകളുമുണ്ട്. അതായത് ഒരു ചെരുപ്പ്, ഒരു ജോഡി ചെരുപ്പിന് വെറും ₹1. എവിടെ നിന്ന് കിട്ടും? ഈ കേരളത്തിൽ എവിടെ നിന്നും കിട്ടുമോ? അതോടൊപ്പം തന്നെ ചെടിച്ചട്ടിക്കോ വെറും ₹1. നാളെ ഓഫർ നാളത്തെ ഒരു ദിവസം മാത്രമേ ഉള്ളൂ. അതും എപ്പോഴാണെന്ന് അറിയുങ്ങൾ? നാളെ ഉദ്ഘാടനം കഴിഞ്ഞ് 3 മണിക്കാണ് ഉദ്ഘാടനം. അത് കഴിഞ്ഞിട്ട് ആ 1 മണിക്കൂർ സമയം നിൽക്കുന്ന ആളുകൾക്ക്, ഉദ്ഘാടനം കഴിഞ്ഞ ശേഷമുള്ള 1 മണിക്കൂറുണ്ടല്ലോ, ആ സമയത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ ₹1 സമ്മാനങ്ങൾ കൊടുക്കുന്ന ചെരുപ്പും ചെടിച്ചട്ടി എന്ന് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് 3 Max ലൈവ് എന്ന് എത്തി നിൽക്കുന്നത്. വളാഞ്ചേരി ടൗണിലെ ഈ പരിസരങ്ങളിലുള്ള ബസ് സ്റ്റാൻഡ്, പച്ചക്കറി മാർക്കറ്റ്, അങ്ങനെ എല്ലാം, ഓട്ടോ സ്റ്റാൻഡ്, ഇതുപോലെ പാസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് പല ഭാഗത്തു നിന്നും, കടലിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്നത്. എല്ലാവരോടും നമ്മുടെ ഉദ്ഘാടനത്തിൻ്റെ ഈ ₹1 കിട്ടുന്ന സന്തോഷം അറിയിക്കുകയും അതോടൊപ്പം തന്നെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കുന്നതിനും ഭാഗമായിട്ട് ഞങ്ങൾ വന്നു. മാത്രമല്ല, തലേ ദിവസം തന്നെ നമ്മൾ സമ്മാനത്തിൻ്റെ പെരുമഴ നൽകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സമ്മാനങ്ങൾ, കുസൃതി ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മളങ്ങനെ ഇറങ്ങുകയാണ് ആളുകളിലേക്ക്. ഹായ് കാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം. അപ്പോൾ നിങ്ങൾ അറിഞ്ഞോ? അറിഞ്ഞില്ല. നാളെ വളാഞ്ചേരിൻ്റെ എന്താ പറയുക, വളാഞ്ചേരി വേറെ ലെവലിലേക്ക് പോകുന്ന ദിവസമാണ് നാളെ. എന്താണ് ലെവല്? അതിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. സമ്മാനം കണ്ടില്ല നിങ്ങള്? സമ്മാനമുണ്ട്. അപ്പോൾ ഈ സമ്മാനങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യം ഞാൻ ആദ്യമായിട്ട് ചോദിക്കട്ടെ? അതായത് നാളെ ഒരു ജോഡി ചെരുപ്പ് ₹1 കിട്ടുന്ന സ്ഥാപനത്തിന്റെ പേരെന്താ? സ്ഥാപനത്തിന്റെ പേര് ഹറാം സെന്റർ. ഹറം സെന്ററിൽ എവിടെയാണ് അതിന്റെ സ്പോട്ട്? ഇതിന്റെ മുമ്പിൽ, നമ്മൾ കളറാര ഓപ്പോസിറ്റില്. ഏത് റോഡിലാണ്? നമ്മള് കോഴിക്കോട് റോഡിന്. അല്ലേ? ശരി. അപ്പൊ നാളെ ഒരു ജോഡി ചെരുപ്പ് കിട്ടുമ്പോ എന്ന് തോന്നുന്നു വാങ്ങാൻ വരുമോ? വാങ്ങാൻ വരും അല്ലേ? വാങ്ങാൻ വരും. എന്താ പേരെന്താ? മുഹമ്മദ് കുട്ടി അല്ലേ? പിന്നെ ഒരു ചോദ്യം കൂടി ചോദിക്കാം കേട്ടോ. ഉത്തരം പറയോ? ഉത്തരം പറ. 102-നും 104-നും ഇടയിലുള്ള സംഖ്യ. 103 ഉറപ്പാണോ? ഉറപ്പാണ്. അതങ്ങനെ പറയാൻ കാരണം? അത് നമുക്ക് മനസ്സിലായി, ഉത്തരം വെച്ചിട്ടുണ്ടായി, അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളെ പേരെന്താന്ന് പറഞ്ഞേ? മുഹമ്മദ് കുട്ടിക്ക് പറഞ്ഞ ഉത്തരം വളരെയധികം തെറ്റായി പോയില്ലേക്കാ. എന്നാലും കുഴപ്പമില്ല, ഇക്കാക്ക് നമ്മളെ ഒരു സമ്മാനം ഉണ്ട്. കാരണം എന്താന്ന് വെച്ചാല് നാളെ ഒരു ജോഡി ചെരുപ്പ് ₹1 കിട്ടുന്ന സ്ഥാപനം ഹറം സെന്ററിന്റെ സമ്മാനമാണ് നമ്മൾ നൽകുന്നത് കേട്ടോ. അപ്പൊ നാളെ ഉദ്ഘാടനത്തിന് വരില്ലേ? വരണം, തീർച്ചയായിട്ടും വരിക കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം, നേരിട്ട് കാണാൻ സാധിച്ചില്ല. ഒരു പാട്ടുകൂടി പാടിയല്ലോ. കാഫ്മല കണ്ട പൂങ്കാറ്റേ കാണിക്കണി കൊണ്ട് വന്നാട്ടെ, കാരക്ക കായ്ക്കുന്ന നാട്ടിൻ്റെ മധുഹൂറും കിസ്സ പറഞ്ഞാട്ടെ, ആമിന കോമന പൊന്മകനായി ആരംഭ പൈതൽ പിറന്നിടുന്നു, ആരംഭ പൈതൽ പിറന്ന നേരം ആനന്ദം പൂത്തു വിടർന്നിടുന്നു. അടിപൊളി, ഉഷാറായിട്ട് പാടിട്ടാ. അപ്പൊ എന്തായാലും നാളെ നമ്മളെ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് 3 മണിക്കാണ് കേട്ടോ. അപ്പൊ നേരത്തെ തന്നെ എത്തുക. ഓക്കെ, സന്തോഷം. ചേട്ടാ നമസ്കാരമുണ്ട്. നമസ്കാരം. അറിഞ്ഞോ? പറയേ. വളാഞ്ചേരിയിൽ നാളെ എന്താ നടക്കാൻ പോകുന്നത്?
എന്താ ഒരു പരിപാടി നടക്കുന്നുണ്ട് അല്ലേ? ആ ഒരു ഗംഭീരമായിട്ടുള്ള പരിപാടി നാളെ നടക്കുന്നുണ്ട്. നിങ്ങൾ അറിഞ്ഞോ? അറിഞ്ഞു. ആണോ? എന്നാ എന്ത് പരിപാടിയാണത്? മറ്റേ എന്താ പറയാ മനസ്സിലാവാനില്ല. മൂപ്പർക്ക് മനസ്സിലായിട്ടില്ല, നമുക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കാം. അതായത് ഒരു ജോഡി ചെരുപ്പ് ₹1 കിട്ടുന്ന ഒരു സ്ഥാപനം നാളെ 3 മണിക്ക് വളാഞ്ചേരി ടൗണിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നുണ്ട്. എന്താ കടന്റെ പേരെന്താ? പേര് മനസ്സിലായിട്ടില്ലല്ലോ. കടന്റെ പേര് മനസ്സിലായിട്ടില്ല അല്ലേ? കടന്റെ പേരാണ് ഹറം സെന്റർ കേട്ടോ. നിങ്ങളോടും കൂടിയാണ് പറയുന്നത്. ₹1 ഒരു ജോഡി ചെരുപ്പ്, ഒരു പൂച്ചട്ടി ₹1 കേട്ടോ. അതിൻ്റെ വിശദ വിവരങ്ങൾ ഈ വീഡിയോയിൽ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്തായാലും ഞങ്ങളിപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് ഒരു ഗംഭീരമായിട്ടുള്ള സമ്മാനം ഹറം സെൻറ്റർ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഹറം സെൻറ്ററിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് അറിയാലോ, ചെരുപ്പ്, ബാഗ്, മറ്റ് വീട്ടാവശ്യ സംബന്ധമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അവിടെ നാളെ ഒരുക്കിയിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞ വിലക്ക്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നാളെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതിനോടനുബന്ധിച്ച് ഹറം സെൻറ്റർ, അത് തന്നെ ഹറം സെൻറ്റർ. മാഷാ അല്ലാ, മാഷാ അല്ലാ. എന്താ നിങ്ങളുടെ പേര്? മുഹമ്മദ് ബാബു. മുഹമ്മദ് കാ. അപ്പോൾ ഞാനൊരു ചോദ്യം കൂടി ചോദിച്ചാലോ? നിങ്ങളോട് ചോദിക്കേണ്ട ചോദ്യമാണോ എനിക്ക് അറിയില്ല, എന്നാലും മൂപ്പരോടാണ് ചോദിച്ചേക്കുക. സ്ത്രീകൾ ഏറ്റവും കുറഞ്ഞ മാസം സംസാരിക്കുന്നത് ഏത് മാസത്തിലാണ്? കുറഞ്ഞ മാസത്തില് സംസാരിക്കുന്നത് റമളാൻ മാസത്തിലാണ് എന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലേ? സ്ത്രീകളെ ഏറ്റവും കുറച്ച് സംസാരിക്കുന്ന മാസം, കുറച്ച് സംസാരിക്കുന്ന മാസം ഏത് മാസങ്ങൾ പറയാനേ പറ്റില്ലല്ലോ. മൂപ്പർക്ക് പറയാൻ പറ്റില്ല മാസം എന്നാണ് പറയുന്നത്. എങ്കിലും ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു മാസമുണ്ട്. അപ്പോൾ നാളെ വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ ഹറം സെൻറ്റർ എന്ന് പറയുന്ന ഏറ്റവും കുറഞ്ഞ വിലയിൽ ചെരുപ്പുകളും ബാഗുകളും മറ്റ് വീട്ടാവശ്യ സാധനങ്ങളൊക്കെ നൽകുന്ന ഒരു ഷോപ്പിൻ്റെ ഉദ്ഘാടനമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള കുസൃതി ചോദ്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്, ഗംഭീരമായിട്ടുള്ള സമ്മാനങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ മുഹമ്മദ് എന്ന് പറയുന്ന ഇക്കയാണ് നമ്മൾ വളാഞ്ചേരി ടൗണിൽ വർഷങ്ങളായിട്ട് കാണുന്ന ഇക്കയാണ് നമ്മൾ കണ്ടുമുട്ടിയിരിക്കുന്നത്. അദ്ദേഹം ഈ സ്ഥാപനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും അദ്ദേഹത്തിന് നമ്മൾ സമ്മാനങ്ങൾ കൈമാറുകയാണ്. അദ്ദേഹം തിരക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഇക്ക, നന്ദിയല്ലേ? അപ്പോൾ നാളെ കാണാം കേട്ടോ. ഓക്കെ. അപ്പോൾ നാളെ നമ്മുടെ വളാഞ്ചേരിയിൽ ഒരു ജോഡി ചെരുപ്പ് ₹1 കൊടുക്കുന്ന ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നുണ്ട്. അത് ഏതെന്ന് അറിയോ? ഇല്ല. അറിയോ? ഇല്ല. എന്താ പേരെന്താ? അളകനന്ദ. എന്താ? ശ്രീതു. റിത. അപ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് അറിയില്ല. അത് എവിടെ സ്ഥാപനം എന്ന് അറിയില്ല അല്ലേ? കുഴപ്പമില്ല. എന്തായാലും നമ്മൾ ഒരു കുസൃതി ചോദ്യത്തിലേക്ക് പോവുകയാണ്. ആഫ്രിക്കയിൽ ജനിച്ച കുട്ടിയുടെ പല്ലിൻ്റെ കളർ അറിയോ? ജനിച്ച കുട്ടികൾക്ക് പല്ലുണ്ടാവില്ലല്ലോ. ജനിച്ച കുട്ടികൾക്ക് പല്ലുണ്ടാവില്ലല്ലോ. ഉണ്ടാവില്ലേ? ഉണ്ടാവില്ല. ഉറപ്പാണ്. ഉത്തരം വളരെയധികം ശരിയാണ്. അപ്പോൾ നാളെ നമ്മൾ ഹറം സെൻറ്റർ എന്ന് പറയുന്ന ഒരു സ്ഥാപനം നമ്മുടെ വളാഞ്ചേരിയിൽ കോഴിക്കോട് റോഡിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. സ്ഥാപനത്തിൻ്റെ പേരെന്താ? ഹറം സെൻറ്റർ അല്ലേ? അപ്പോൾ ബാഗുകൾ, ചെരുപ്പുകൾ നാളെ പ്രത്യേകിച്ചൊരു ഓഫറുണ്ട്. വെറും ₹1 ഒരു ജോഡി ചെരുപ്പാണ്. അതുപോലെ തന്നെ ₹1 ഒരു ചെടിച്ചട്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ അത്രയും നല്ല സമ്മാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും ഒരു സമ്മാനം കൊടുക്കല്ലേ? ഒരു പാട്ട് പാടാൻ പറ്റുമോ? പാട്ടുകൂടി പാടി നമുക്ക് രണ്ടുപേര് പാടിക്കൂടെ? എന്താ കുഴപ്പമില്ല. മോക്കൊരു എക്സ്ട്രാ ഒരു സമ്മാനം കൂടി കൊടുക്കാം അല്ലേ? ഇത് മോളല്ലേ പറഞ്ഞത്? പാടിക്കോളൂ. അപ്പോൾ എന്തായാലും നമ്മൾ വളാഞ്ചേരിക്ക് നാളെ ഉത്സവ ദിവസം തന്നെയാണ്. വളാഞ്ചേരി ഹറം സെൻറ്റർ നൽകുന്ന സമ്മാനമാണ് ഇപ്പോൾ നമ്മൾ നൽകാൻ പോകുന്നത്. കണ്ണോട് കണ്ണായിടാ, മെയ്യോട് മെയ്യായിടാ, കാതോരം പാടിയോ, അനുരാഗം തേടിയോ, മാനത്തെ പൂന്തോപ്പിൽ താരങ്ങൾ പാടുമ്പോൾ അന്നു നാം കണ്ടതല്ലേ. ഗംഭീര പാട്ടുകാരിയാണല്ലോ അല്ലേ? പാട്ട് മരിക്കുമോ നീ എന്നിൽ മറക്കില്ല ഞാൻ നിന്നെ, നിൻചിരി പുഞ്ചിരിയിലെ സംഗീതം, നിന്റെ മിഴികളിൽ തൂകുന്ന പൂവല്ലേ നീ, എൻ്റെ മനമെന്ന മനസ്സെന്ന എൻ ഗീതം, നീ എന്നെ ഒരു നാളും മറക്കില്ല, നീ എൻ്റെ ഹൃദയം തൂകുന്ന എന്നാണ് എം എസ് ബാബുരാജ് പറഞ്ഞാണ്. നിങ്ങളോട് ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കാൻ വരുന്നുണ്ട്. ഇവരാണ് പിരിച്ചു വിട്ടാണ് കേട്ടോ. ഓക്കെ, വെയിറ്റ്.
മിടുക്കിയായിട്ട് മനോഹരമായിട്ട് പാട്ട് പാടിയ മോക്ക് ആദ്യത്തെ സമ്മാനം. കുസൃതി ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞില്ലേ? ആ, അപ്പോൾ മോള് വാങ്ങിക്കോളൂ. ആ, നാളെ 1 രൂപയ്ക്ക് 1 ജോഡി ചെരുപ്പ് കൊടുക്കുന്ന ഒരു സ്ഥാപനം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നുണ്ട്. ആ സ്ഥാപനത്തിൻ്റെ പേരറിയോ? മോള് അറിയോ? അത് ചോദ്യത്തിലേക്ക് ഞാൻ വരാം. എന്താ പേരെന്താ? ഫസീല. ആ, മോളു സഫ്ന ഷഹാന ഇവിടെ തന്നെയാണോ വീട്? വളാഞ്ചേരിയിൽ നാളെ ശരിക്കും ആഘോഷത്തിന് ദിവസങ്ങളാണ്. പ്രത്യേകിച്ച് വിലക്കുറവിലാണ് കേട്ടോ നാളെ ചെരുപ്പ് കൊടുക്കുന്നത്. ചെടിച്ചട്ടി കൊടുക്കുന്നുണ്ട് 100 രൂപയ്ക്ക്. അതുപോലെ തന്നെ ചെരുപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ സ്ഥാപനത്തിൻ്റെ പേര് ഹറം സെൻറ്റർ എന്നാണ്. അപ്പോൾ ഞാനിപ്പോൾ ചോദിക്കുന്ന ചോദ്യം ഒരു കുസൃതി ചോദ്യം ചോദിക്കുകയാണ്, സമ്മാനം തരാം കേട്ടോ. സ്ത്രീകൾ ഏറ്റവും കുറച്ച് സംസാരിക്കുന്ന മാസം, സ്ത്രീകൾ ഏറ്റവും കുറവ് സംസാരിക്കുന്ന മാസം. റമളാൻ അറിയില്ലല്ലേ? എന്നാൽ അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ അല്ലേ? മലയാളം എന്ന് പറഞ്ഞ ഉത്തരമാണ് മലയാളം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മലയാളം ഉത്തരം ശരിയാണോ? ശരിയാണെന്ന് തോന്നും മോളെ, പക്ഷെ തെറ്റാണ് ഉത്തരം കേട്ടാ. കുഴപ്പമില്ല, മോളോട് എന്തായാലും ഒരു സമ്മാനങ്ങൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കട്ടെ. 102നും 104നും ഇടയിലുള്ള സംഖ്യ. 103 വെരി ഗുഡ് ആണോ എന്ന് ചോദിച്ചാൽ ആണോ? ആ ഉത്തരം ശരിയാണോ? 102നും 104നും ഇടയിലുള്ള സംഖ്യ 103 എന്ന ഉത്തരം വളരെയധികം തെറ്റായിപ്പോയി മോളെ. അതാണ് മോളെ ആലോചിച്ച് നോക്കേണ്ടത്. 102 കയ്യടി കൊടുക്കി കുട്ടിക്ക് കേട്ടോ. അതാണ് മോള് പൊളിച്ചു. അങ്ങനെ ഇപ്പൊ കിളി പോയി കിടക്കാണ്. ഒരു പാട്ടുകൂടി പാടിയാൽ 2 ആൾക്കും കൂടി ഓരോ സമ്മാനങ്ങൾ തരാം. ആ, എന്റെ ബേഡേ ജോയ് എന്റെ അടിക്കണം ഡേ ഒന്ന് കറങ്ങണം എല്ലാം മറന്ന് പറക്കണം. ഒരു പൊളിയാണല്ലോ അല്ലേ? അപ്പോൾ എന്തായാലും പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നാളെ മറക്കണ്ട കേട്ടോ, ഹറം സെൻറ്റർ കേട്ടോ. 1 രൂപക്കാണ് 1 ജോഡി ചെരുപ്പും ഒരു ചെടിച്ചട്ടിയും 1 രൂപക്കാണ് കൊടുക്കുന്നത്. തമാശ പറഞ്ഞല്ല കേട്ടോ, സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ കോഴിക്കോട് റോഡിലാണ് കേട്ടോ. ഇവിടെ നിന്ന് ഈ ബസ് സ്റ്റോപ്പ് ഇതിന് തൊട്ടപ്പുറത്താണ് സ്ഥാപനം. അപ്പോൾ അവരുടെ ഇവൻറ്റിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഇത് നാളെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതിൻ്റെ തലേ ദിവസം നമ്മൾ ഹറം സെൻറ്റർ നൽകുന്ന ഒരു സമ്മാനമൊക്കെ ആയിട്ട് കുറച്ച് ഇറങ്ങിയതാണ്. നിങ്ങളെപ്പോലുള്ളവരുടെ ഇതുപോലുള്ളത് കണ്ടില്ലേ, ബുദ്ധി കണ്ടില്ലേ? ഇവിടെ കൊടുക്കണം കയ്യടി ഇല്ലേ മോളു? ഹാപ്പി അല്ലേ? ഒരു കയ്യടി കൊടുത്തിട്ട് 2 ആളും കൂടി അല്ലേ? ഉഷാറല്ലേ? അറിഞ്ഞോ? അറിഞ്ഞിട്ടില്ലേ? ആരും അറിഞ്ഞിട്ടില്ല, എല്ലാവരും അറിഞ്ഞു. ഇനി മോനെ അറിയാൻ ബാക്കിയുള്ളൂ. നാളെ വളാഞ്ചേരിയിൽ 3 മണിക്ക് ഒരു ഷോപ്പിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. എൻ്റെ ചെരുപ്പ് ഉഷാറല്ലല്ലോ, ചെരുപ്പൊക്കെ ഒന്ന് മാറ്റണ്ടേ? ആ, അങ്ങനെയാണെങ്കിൽ 1 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് നല്ല അടിപൊളി ചെരുപ്പ് കിട്ടും. നാളെ അങ്ങോട്ട് വരുമുണ്ട് കേട്ടോ. ഉമ്മൊക്കെ കൂടെ വന്നിട്ടുണ്ടോ? എന്താ പേര്? മോൻ്റെ പേരെന്താ? മുഹമ്മദ് ഷമ്മാസ്. ആ, അപ്പം ഞാൻ കുസൃതി ചോദ്യം ചോദിക്കട്ടെ, ഉത്തരം പറയോ? ആഫ്രിക്കയിൽ ജനിച്ച ഒരു കുട്ടിൻ്റെ പല്ല് ഏത് കളറായിരിക്കും? വെള്ളയാണോ? വെള്ള എന്ന ഉത്തരം അല്ലട്ടാ. ഒരോട് ചോദിച്ചാലോ? ഒരു കറി ഉണ്ടാവുമോ? ആ, ആഫ്രിക്കയിൽ ജനിച്ചൊരു കുട്ടിൻ്റെ പല്ലിൻ്റെ കളറ്, ജനിച്ച കുട്ടീൻ്റെ. അപ്പോൾ നാളെയാണ് ഉദ്ഘാടനം. ഷോപ്പിൻ്റെ പേരെന്താ? നമ്മളെ ഷോപ്പിൻ്റെ പേരെന്താ? ഹറം സെൻറ്റർ. ആ, എന്തിൻ്റെ ഷോപ്പ് മനസ്സിലായില്ലേ? ചെരുപ്പ്, ബാഗ് കേട്ടോ. അപ്പോൾ സ്കൂളൊക്കെ തുറക്കല്ലേ, കൂടുതൽ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഉപ്പാനൊക്കെ കൂട്ടിയിട്ടാണ്ട് വരിക കേട്ടോ. അതൊക്കെ ഒന്ന് പരിചയപ്പെട്ടോട്ടെ. ഒരു ഷെയ്ഖാനായിട്ടാണ് ആദ്യം. എന്താ പേര്? ബാവുട്ടിനെ വിളിക്കുക, സേതരിവിന്റെ പേര്. ആ, സെതിലൊക്കെ നിങ്ങൾ അറിഞ്ഞോ? എന്തരണ്? നാളെ വളാഞ്ചേരിയുടെ കളം മാറുന്ന ദിവസമാണ്. കളം മാറുന്നത്? കളം മാറാന്ന് പറഞ്ഞാൽ നമ്മളെ ചെരുപ്പ്, 1 ജോഡി ചെരുപ്പിന് 1 രൂപയ്ക്കാണ് നാളെ നൽകുന്നത്. പുതിയൊരു ഷോപ്പിന് ഉദ്ഘാടനം ഉണ്ട്. അത് കുഴപ്പമില്ല. അത് മാത്രമല്ല, ചെടിച്ചട്ടി ഉണ്ട് 1 രൂപയ്ക്ക്. ആ കട അറിയോ? അറിയില്ല, പറഞ്ഞേ. ആ കടന്റെ പേരും അറിയില്ലല്ലേ?
അതേ നിൻ്റെ ആദ്യത്തെ ചോദ്യം. പക്ഷെ അത് നാളെ 3 മണിക്കാണ് ഉദ്ഘാടനം. കടൻ്റെ പേര് ഹറം സെൻറ്റർ എന്നാണ്. നമ്മുടെ വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ. അവിടെ കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാഗുകൾ, ചെരുപ്പുകൾ, മറ്റ് വീട്ടാവശ്യ സാധനങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഒരു കൊടക്കയിൽ കിട്ടും. കോഴിക്കോട് റോഡിൽ കുറച്ചുണ്ട്. ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് കുറച്ച് മുന്നോട്ടാണ് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. പരിചയപ്പെട്ട സേതൽവികനെ ഒരുപാട് സന്തോഷമുണ്ട്. നാളെ കാണാം. നാളെ കാണാം. അതിൻ്റെ ഇടയിൽ കൂടി ചെറിയൊരു സമ്മാനം കൂടി കൊണ്ടുപോകാൻ പറ്റിയല്ലോ. എന്താ ചോദ്യം ചോദിച്ചോട്ടെ അല്ലേ? ചോദിച്ചോളേ. നിങ്ങളോട് ചോദിക്കാൻ പറ്റിയൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു കയ്യിൽ 5 പേരില്, അങ്ങനെയാണെങ്കിൽ 10 കയ്യിൽ എത്ര പേരില്? ഒരു കയ്യിൽ 5 പേരില്, അങ്ങനെയാണെങ്കിൽ 10 കയ്യിൽ എത്ര പേരില്? 50 പേരില്. 50 പേരിലല്ലേ? ആണോ? ആണോ? സാക്ഷി മൂപ്പര് പറഞ്ഞ 60. 60 ഒരു കൈ 5 50 2. എന്തായാലും നമ്മുടെ ഹറം സെന്റർ നൽകുന്ന ഒരു അടിപൊളി സമ്മാനം നമുക്ക് എടുത്തല്ലോ. കുഴപ്പമില്ല. ഉദ്ഘാടനത്തിനാണ്ട് വരുമോ? വരും. കുടുംബസമേതാണ്ട് വരും. ഇത് സാമ്പിൾ വെടിക്കെട്ടാണ് ഈ സമ്മാനം. ഓക്കെ, വരും. ഇനി വരാനുള്ളത് അവിടെയാണ് അടിപൊളി സമ്മാനം കേട്ടോ. ഗംഭീര ഓഫറാണ് കൊടുക്കുന്നത്. നാളെ കോഴിക്കോട് റോഡിലൊക്കെ ആണ്ട് വരിക. പരിചയപ്പെട്ട് വളരെ സന്തോഷം. ഹറം സെൻറ്ററിൻ്റെ സമ്മാനം നമുക്ക് കൈമാറാം. അപ്പോൾ നമ്മളിതാ സേതൽവിക്കിനെ നമ്മളെ വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നിന്നും പരിചയപ്പെട്ടിരിക്കുകയാണ്. ഇക്ക നല്ല വെടിക്കെട്ട് ചോദ്യത്തിന് വെടിക്കെട്ട് ഉത്തരം പറഞ്ഞു. ഓക്കെ, നിങ്ങൾ ചെറുപ്പക്കാരനാണ് കേട്ടോ. നിങ്ങൾ 70 ഉണ്ടെങ്കിലും നിങ്ങളെ 16ന്റെ ബുദ്ധി ഞങ്ങൾക്ക് കേട്ടോ. ഒരു പാട്ടുകൂടി പാടിയല്ലോ. പാട്ട് പാടണം. എന്നാ പാടുക. പരൻവിധി ചുമ്മാ എട്ടി ചൊങ്കിൽ നടക്കുന്ന സുജഹത്ത് നമുക്കുണ്ട് നാട്ടിലെ. കഥയെന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന കബറന്ന ഭയങ്കര വീട്ടിലെ. കബറന്ന ഭയങ്കര വീട്ടിലെ. സുഖല്ലേ? എന്താ പേര്? നാസർക്ക, നാളെ വളാഞ്ചേരിയിൽ സംഭവിക്കാൻ പോകുന്നത് അറിഞ്ഞോ? ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. എന്നാ ഒരു ഭൂകമ്പം നടക്കാൻ പോവാണ് ഇവിടെ. എന്ത് ഭൂകമ്പാണ്? അതാണ്, അതായത് 1 രൂപയ്ക്ക് 1 ജോഡി ചെരുപ്പ്. 1 രൂപയ്ക്ക് 1 ജോഡി. നാളെ ഓഫറുള്ള ദിവസമാണ്. നാളെ ഉദ്ഘാടനത്തിന് വരുന്ന എല്ലാവർക്കും 1 ജോഡി ചെരുപ്പ് 1 രൂപയ്ക്ക് കൊടുക്കുകയാണ്. പിന്നെ ഒരു ചെടിച്ചട്ടി. ഇത്രയും ഓഫർ നമ്മൾ എവിടെ നിന്നും കിട്ടുമോ? എവിടുന്നും കിട്ടൂല. ബ്രാൻഡഡ് ചെരുപ്പ് കിട്ടുകയാണെങ്കിൽ ഒന്ന് ഉപകാരപ്പെട്ടിരുന്നു. എന്തായാലും 1 രൂപയ്ക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവമാണ്. അത് അങ്ങനെ ആരും കൊടുക്കാത്തൊരു സംഭവമാണ്. അതിന് ആ സ്ഥാപനത്തിൻ്റെ പേര് നിങ്ങൾക്ക് അറിയില്ല. സ്ഥാപനത്തിൻ്റെ പേരാണ് ഹറം സെൻറ്റർ. ഹറം സെൻറ്ററിന് മാത്രമേ ഇത് നൽകാൻ പറ്റുള്ളൂ. വളാഞ്ചേരിക്കാരുടെ സ്വപ്നം പൂവണിയാണ്. കുറഞ്ഞ പൈസക്ക് കൂടുതൽ ഗുണമേന്മയോട് കൂടിയിട്ടുള്ള ബാഗ്, ചെരുപ്പും എന്ന് വേണ്ട വീട്ടിലേക്കുള്ള എല്ലാ ആവശ്യ സാധനങ്ങളും കിട്ടുന്നൊരു സ്ഥാപനമാണ്. 102നും 104നും ഇടയിലുള്ള സംഖ്യ. 103 ഞാൻ പഠിച്ചത്. കുസൃതി ചോദ്യമാണ്. എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിലേ 0 ആണെന്ന് 0 എന്ന ഉത്തരം വളരെയധികം തെറ്റാണെന്ന് തോന്നും. പക്ഷേ ശരിയാണ് കേട്ടോ. തലേ ദിവസത്തെ വെടിക്കെട്ട് സമ്മാനമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും സമ്മാനത്തിന് നിങ്ങൾ ഭാഗ്യവാനാണ് കേട്ടോ. സമ്മാനം ലഭിച്ചിരിക്കുകയാണ്. കുസൃതി ചോദ്യം കൃത്യമായിട്ട് ഉത്തരം ആദ്യം ഒന്ന് വേർത്തെങ്കിലും പിന്നീട് കൃത്യമായിട്ട് തന്നെ ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കാണാം. ഒരു ചോദ്യം ചോദിക്കട്ടെ? ചോദ്യം ചോദിക്കാനല്ല, ഒരു സംഭവം അറിഞ്ഞതെന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ. ഇല്ലേ, നാളെ വളാഞ്ചേരിയിൽ ഒരു ഗംഭീരമായിട്ടുള്ളൊരു ഷോപ്പിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ്. ആ ഷോപ്പിൽ ഓഫർ അറിഞ്ഞോ? ഇല്ല, ഓഫർ അറിഞ്ഞിട്ടില്ല. അതാണ് 1 ജോഡി ചെരുപ്പിന് 1 രൂപ. എവിടെയാണ് ഷോപ്പ്? എവിടെയാണ് ഷോപ്പുകൾ? ഞെട്ടിയില്ലത് കേട്ടപ്പോൾ ഞെട്ടിയോ? ഞെട്ടിയെടുത്തുണ്ട്. വമ്പൻ ഞെട്ടലെത്തിയില്ലേ? അപ്പോൾ ഏതായാലും നമ്മൾ നാളെ വളാഞ്ചേരിയിലെ ഒരു ഷോപ്പ് ഉദ്ഘാടനമാണ്. ആ ഷോപ്പിൻ്റെ പേര് ഹറം സെൻറ്റർ എന്നാണ്. അതായത് ബാഗുകൾ, ചെരുപ്പുകൾ എന്ന് വേണ്ട വീട്ടിലേക്ക് ആവശ്യമായ ഒരുവിധം സാധനങ്ങളൊക്കെ ഉണ്ട്. തിരൂർ റോഡിൽ, കോഴിക്കോട് റോഡ്. യെസ്. കണ്ടിട്ടുണ്ടോ? കണ്ടു. 3 മണിക്കാണ് ഉദ്ഘാടനം. അത് മാത്രമല്ല ചെടിച്ചട്ടിയും കൂടി ഉണ്ട് കേട്ടോ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ 3 Max ലൈവ് ഈ ഒരു മാർക്കറ്റിലേക്ക് എത്തിയിട്ടുള്ളത് കേട്ടോ. വളാഞ്ചേരി ഒരു കുസൃതി ചോദ്യം കണ്ട് ചോദിക്കുകയാണ്. ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഗംഭീരമായിട്ടുള്ള സമ്മാനം കൊണ്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ചോദിക്കട്ടെ, സ്ത്രീകൾ ഏറ്റവും കുറച്ച് സംസാരിക്കുന്ന മാസം?
അത് റംലാൻ. റമലാൻ മാസം എന്ന ഉത്തരം വളരെ അധികം ശരിയല്ല ചേട്ടാ, ശരിയല്ലേ? തെറ്റാ? തെറ്റായി പോയി. എന്നാ പിന്നെ സ്ത്രീകൾക്ക് മുണ്ടാൻ വയ്യാത്തവരായിരിക്കും. സ്ത്രീകൾക്ക് മിണ്ടാൻ കഴിയാത്തവരാവുന്നു. അതൊന്നല്ല ഇക്ക ഉത്തരം കേട്ടോ. ഉത്തരം പറഞ്ഞാലാണ് സമ്മാനം കൊടുക്കാനുള്ളതുള്ളൂ. എന്നാലും കുഴപ്പമില്ല. നാളെ നിങ്ങളാണ് ഷോപ്പിലേക്ക് വരും കേട്ടോ. ഇവിടെ വെട്ടിത്തമർത്തുന്ന ദിവസം നാളെ വളാഞ്ചേരി പൊളിച്ചടക്കുന്ന ദിവസമാണ്. വേറൊരു കാര്യം കൂടി ഉണ്ട്, അറിയോ? എന്താന്ന് അറിയണ്ടേ ഞങ്ങള്? അതാണ് സംഭവങ്ങൾ അറിയേണ്ടത്. നാളെ വളാഞ്ചേരിയിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലേ? ചോദിക്കണത് നമ്മൾ അറിഞ്ഞ കാര്യം വല്ലതാണോ വെച്ചിട്ട് നിങ്ങളോട് ചോദിക്കണം എന്താണ് സംഭവം. നാളെ കോഴിക്കോട് റോഡിൽ ഒരു ഷോപ്പിൻ്റെ ഉദ്ഘാടനം നടക്കുന്നുണ്ട്. ഏത് ഷോപ്പിൻ്റെ പേര് അറിയോ? നിങ്ങൾ പറയണം. ഈ ഷോപ്പിൻ്റെ നാളത്തെ ഒരു ഓഫറിൻ്റെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. അതായത് ഒരു ജോഡി ചെരുപ്പിന് 1 രൂപ, ഒരു ചെടിച്ചട്ടിക്ക് 1 രൂപ. ഇത്രയും വലിയ ഗംഭീരമായ ഓഫറൊക്കെയാണ് നൽകുന്നത്. വൻ ഓഫറല്ലോ. അപ്പോൾ ആ വൻ ഓഫറിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വളാഞ്ചേരി മാർക്കറ്റിൽ എത്തിയിട്ടുള്ളത്. ചേട്ടൻ ഇങ്ങനെ മീൻ ഇങ്ങനെ ഗംഭീരമായിട്ട് മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. നാടൻ മീൻ മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു ചോദ്യമാണ് ചോദിക്കട്ടെ. സ്ത്രീകൾ ഏറ്റവും കുറച്ച് സംസാരിക്കുന്ന മാസം ഏതാണ്? ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. നിങ്ങളെ പെണ്ണുങ്ങളോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? കുസൃതി ചോദ്യം കേട്ടോ. മനസ്സിലായി. ആ മാസത്തിന്റെ പേര് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവേ, അതുകൊണ്ടല്ലേ കിട്ടുന്നില്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 102-നും 104-നും ഇടയിലുള്ളൊരു 103 അല്ലേ? 103. 102-നും 104-നും ഇടയിലുള്ള സംഖ്യ 103 ആണോ? പക്ഷേ ഉത്തരം അതല്ല. അതിൻ്റെ ഇടയിലൊരു സംഖ്യ കൂടി ഉണ്ട്. കുസൃതി ചോദ്യമാണ്. അങ്ങനെയാണെങ്കിൽ 104-നും 103-ന്റെ ഇടയിലുള്ള സംഖ്യ 103.5. അല്ല. എന്തായാലും പരിചയപ്പെട്ട് വളരെ സന്തോഷം കേട്ടോ. നാളെ ഉദ്ഘാടനത്തിൽ നമുക്ക് കാണാം. എന്തായാലും പെടക്കണ വെട്ടാണ് കേട്ടോ. പെടക്കണ മീനുമാണ്, പെടക്കണ വെട്ടുമാണ് കേട്ടോ. നല്ല ഫ്രഷ് മീനാണ് ഇവിടെ തകർത്തുകൊണ്ടിരിക്കുന്നത്. കാക്ക എന്താ പേര്? ഉസ്മാൻ. ഉസ്മാൻ നിങ്ങൾ അറിഞ്ഞോ? എന്ത്? നാളെ വളാഞ്ചേരിയിൽ വലിയൊരു സംഭവം നടക്കാൻ പോവാണ്. എന്താണ് സംഭവം? അറിഞ്ഞിട്ടില്ലേ? ഇല്ല. നാളെ ഇവിടെ ഒരു ജോഡി ചെരുപ്പ് 1 രൂപക്ക് കൊടുക്കുകയാണ്. എവിടെയാണ് കട വരുന്നത്? വളാഞ്ചേരി ഏതെങ്കിലും ഒരു ഷോപ്പിൽ അങ്ങനെ ഉദ്ഘാടനത്തിന് നിന്ന് കിട്ടിയിട്ടുണ്ടാവുമോ? ഇതുവരെ ഒന്നും നമ്മളെ അറിവിലുണ്ടായിട്ടില്ല. 1 റുപ്യക്ക് ചെരുപ്പ്. ഇത് ഇനി ഏതാ കട എന്നറിയില്ല. ഇനിയിപ്പോൾ നാളെ വരാനുള്ളൊരു കട പുതുമട കടയാണോ? അല്ല. കോഴിക്കോട് റോഡിലൊരു കടയാണ്. കോഴിക്കോട് റോഡിലോ? എല്ലാവരും നിങ്ങളോട് കൂടി ഉണ്ട് പറഞ്ഞു. ഒരു ജോഡി ചെരുപ്പാണ് 1 രൂപയ്ക്ക് കിട്ടുക. പിന്നെ ഒരു ചെടിച്ചട്ടി കൂടി ഉണ്ട് 1 റുപ്യക്ക് കേട്ടോ. കടൻ്റെ പേരാണ് ഹറം സെൻറ്റർ. എവിടെ? കോഴിക്കോട് വളാഞ്ചേരിയിൽ കോഴിക്കോട് റോഡിൽ. ആയിക്കോട്ടെ. നാളെ എത്ര മണിക്കാണ് ഓപ്പണ്? 3 മണിക്കാണ്. 3 മണി, വൈകിട്ട് 3 മണിക്ക്. 1 റുപ്യ ചെരുപ്പ് ഒരു ജോഡി ചെരുപ്പിന് 1 റുപ്യ. 1 റുപ്യ അല്ലേ? അതെന്നാ വളാഞ്ചേരി മഹക സംഭവം തന്നെ ആയിരിക്കും. അതിലൊരു സംശയം വേണ്ട. അപ്പോൾ അതിൻ്റെ തലേ ദിവസത്തെ വെടിക്കെട്ടിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കുറച്ച് സമ്മാനങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത്. എന്തായാലും ഒരു കുസൃതി ചോദ്യമായിട്ട് ചോദിച്ചാലോ? നോക്കിയാൽ നമുക്ക് അറിയുന്നത് പറയാം. ഒരു ശ്രമല്ലേ അല്ലേ? സ്ത്രീകൾ ഏറ്റവും കുറച്ച് സംസാരിക്കുന്ന മാസം റമദാൻ മാസമായിരിക്കും. റംസാൻ മാസം. ഉറപ്പുണ്ടോ? അത് ഉറപ്പായിരിക്കും. ചേട്ടൻ എന്താ അങ്ങനെ പറയാൻ കാരണം? അത് ആ മാസം ബഹുമാനം കൂടും. ആ മാസം ബഹുമാനം കൂടും അല്ലേ? അത് സത്യമാണ്. ബഹുമാനം കൂടുന്നുള്ളതൊക്കെ സത്യമാണ്. പക്ഷേ കഥയിൽ ചോദ്യമില്ല എന്ന് പറഞ്ഞാൽ കാര്യം ഇതല്ല ഉത്തരതല്ല. ഒന്നുകൂടെ ആലോചിച്ചു. സ്ത്രീകൾ ഏറ്റവും കുറച്ച് സംസാരിക്കുന്ന മാസം. എന്നാൽ വേറെ ചോദ്യത്തിലേക്ക് കടക്കട്ടെ. ആഫ്രിക്കയിൽ ജനിച്ച കുട്ടീൻ്റെ പല്ലിൻ്റെ കളറ് വൈറ്റ് എന്ന ഉത്തരം വളരെ അധികം തെറ്റാണല്ലോ അല്ലേ? തെറ്റാണ്. അങ്ങനെ മൊബൈൽ കൊടുക്കും. കുട്ടിക്ക് പല്ലുണ്ടാവില്ല. എന്നെ മൊബൈൽ കൊടുക്കി. ജനിച്ച കുട്ടിക്ക് പല്ലുണ്ടാവൂല. ബിസ്ക്കറ്റ്. എന്താ നിങ്ങളെ പേര്? സൈനുദ്ദീൻ. ഞാൻ ചോദിച്ച ഉത്തരത്തിന് കൃത്യമായി ആൻസർ തന്നെയാണ് പറഞ്ഞത്. സാധ്യത. എന്താ ഞാൻ ചോദിച്ച ചോദ്യം? ജനിച്ച കുട്ടിക്ക് പല്ലുണ്ടാവില്ല. തീർച്ചയായിട്ടും അതാണ് ഉത്തരം കേട്ടോ. ജനിച്ച കുട്ടിക്ക് പല്ലുണ്ടാവില്ല അല്ലേ? ശരി, നിങ്ങൾ അറിയില്ലേ? നാളെ റോഡില്ല, കോഴിക്കോട് റോഡില്ല. ഏതാണ് കട? നമ്മളെ കോഴിക്കോട് റോഡാണല്ലോ. ഹറം സെന്റർ എന്നാണ് കടന്റെ പേര്. അതെ. ഏതാ സ്ഥലം? ഏത് ഭാഗത്താണ് ഇത് വരുന്നത്? ഇത് വരുന്നത് നമ്മളെ കോഴിക്കോട് റോഡില് ചാശിയുടെ ഓപ്പോസിറ്റ്. നമ്മളെ റോഡാണ്. സ്ഥിരം പോണ വഴിയല്ലേ. നമ്മളതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മളെ വീട്. നാളെ അപ്പോൾ ഉദ്ഘാടനത്തിനാണ്ട് പേര്. അതിന്റെ മുന്നേ ചെറിയൊരു സമ്മാനം തരട്ടെ. എന്തെന്നാളി ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ലേ?
നമ്മൾ ഇക്കാക്ക് വളാഞ്ചേരി ഹറം സെൻറ്റർ നൽകുന്ന ഗംഭീരമായിട്ടുള്ളൊരു സമ്മാനമാണ് നൽകുന്നത് കേട്ടോ. നാളെ ഇതിലൊക്കെ മേലെ ഓഫറും കാര്യങ്ങളൊക്കെ നമ്മളെ ഷോപ്പിലേക്ക് നിങ്ങളായിട്ട് വരിക, അവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഷെയറല്ലേ? ആ, വളാഞ്ചേരിയിൽ നാളെ നടക്കാൻ പോണ സംഭവങ്ങൾ അറിഞ്ഞോ? നാളെ എന്താ നടക്കാൻ പോണേ? അറിഞ്ഞിട്ടില്ലേ? നിങ്ങൾ മാത്രമേ അറിയാത്തുള്ളൂ. ഈ നാട് മൊത്തം അറിഞ്ഞിരിക്കുകയാണ്. നാളെ ഒരു സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ്. പക്ഷേ അതിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതാണ് നിങ്ങളോട് വേണ്ടി ഞാൻ പങ്കുവെക്കുന്നത്. എന്താണെന്ന് മനസ്സിലായോ? മനസ്സിലായില്ല. അറിയാൻ ആഗ്രഹം ഉണ്ടാവും അല്ലേ? ആ ഉണ്ടാവും. എന്നാലേ ഒരു ജോഡി ചെരുപ്പിന് പുറത്ത് എത്ര രൂപയ്ക്ക് വാങ്ങേണ്ടി വരും നിങ്ങൾ? നോർമലി 250-300 ആവറേജ് വേണ്ടേ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെറും സീറോ എന്ന് പറഞ്ഞാൽ വെറും 1 രൂപക്കാണ്, പ്രിയപ്പെട്ടവർ നിങ്ങളോട് അടക്കട്ടെ, 1 രൂപക്കാണ് നാളെ ചെരുപ്പ് നൽകാൻ പോകുന്നത്. എവിടെ? ഏതാണ് കട? കോഴിക്കോട് റോഡിലുള്ള ഹറം സെൻറ്റർ എന്നാണ് ഷോപ്പിൻ്റെ പേര്. അപ്പോൾ എന്തായാലും സന്തോഷം, നാളെ വരിക കേട്ടോ. നിങ്ങളറിഞ്ഞോ നാളെ വളാഞ്ചേരി നടക്കുന്ന സംഭവം അറിഞ്ഞോ? ഒന്നും അറിയത്തില്ല. നാളെ പുതിയൊരു ഷോപ്പിൻ്റെ ഉദ്ഘാടനമാണ്. ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എവിടെയാണ് ഷോപ്പ്? കോഴിക്കോട് റോഡിൽ. ഇതിൻ്റെ പ്രത്യേകത എന്താ അറിയോ? 1 രൂപക്കാണ് ചെരുപ്പ് കൊടുക്കുന്നത് നാളെ. ഓക്കെ, 3 മണിക്കാണ്. കടൻ്റെ പേര് ഹറം സെൻറ്റർ എന്നാണ്. ഓക്കെ ഓക്കെ. എന്താണ് പേര്? ഹറം സെൻറ്റർ. ഹറം സെൻറ്റർ കേട്ടോ, കോഴിക്കോട് റോഡിൽ. ഇത് അപ്പുറത്ത് തന്നെ കണ്ടില്ലേ? പിന്നെ മാത്രമല്ല ചെടിച്ചട്ടിക്കും 1 രൂപക്കാണ് നാളെ കൊടുക്കുന്നത് കേട്ടോ. ഉദ്ഘാടന ദിവസം വൻ ഓഫറാണ്. പിന്നെ അത് മാത്രമല്ല കുറഞ്ഞ പൈസക്കാണ് എല്ലാ സാധനങ്ങളും ചീപ്പ് റേറ്റിനാണ് കിട്ടുക കേട്ടോ. കുട, ബാഗ്, മറ്റുള്ള വീട്ടാവശ്യ സാധനങ്ങളെല്ലാം കിട്ടും. അപ്പോൾ എന്താണ് കടൻ്റെ പേര്? ഹറം സെൻറ്റർ. അടിപൊളി അടിപൊളി. പിന്നെ ഈ 1 രൂപയ്ക്ക് ചെരുപ്പും ചെടിച്ചട്ടിയൊക്കെ കിട്ടുന്നതിന് ഒരു പ്രത്യേകത നാളെ എന്താണെന്ന് അറിയങ്ങൾ? നാളെ ഉദ്ഘാടനം കഴിഞ്ഞ് ആദ്യത്തെ 1 മണിക്കൂറിന് ഉള്ളിൽ അവിടെ വരുന്ന ആളുകൾക്കാണ് കേട്ടോ ഈ 1 രൂപയ്ക്ക് സാധനം കിട്ടുക എന്നുകൂടി ഞാൻ പ്രത്യേകം നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ അത് മാത്രമല്ല, നാളെ അത്രയും വലിയ ഓഫർ നൽകുന്നതോടൊപ്പം തന്നെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് വളാഞ്ചേരിയുടെ കളം മാറും മക്കളെ. ഏറ്റവും കുറഞ്ഞ വിലയ്ക്കാകും ബാഗ്, ചെരുപ്പ് എന്ന് വേണ്ട വീട്ട് ആവശ്യമായിട്ടുള്ള കുട്ടികൾക്ക് പഠനവുമായി ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്ന ഫാൻസി ഐറ്റംസുകളും അങ്ങനെ എല്ലാ തരം സാധനങ്ങളും ഏറ്റവും കുറഞ്ഞ പൈസക്ക് നാളെ ലഭിക്കുന്ന സ്ഥാപനമാണ് ഹറം സെൻറ്റർ ഔട്ട്ലെറ്റ് ഫാക്ടറി കേട്ടോ. അപ്പോൾ നമ്മളെ കോഴിക്കോട് റോഡിലാണ്, വളാഞ്ചേരിയിൽ നിന്നും കോഴിക്കോട് റോഡിലാണ് ഇപ്പോൾ ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. റൈറ്റ് സൈഡിലാണ് കേട്ടോ. അപ്പോൾ ഈ ഹറം സെൻറ്റർ ഔട്ട്ലെറ്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് ഇമേജ് മൊബൈൽ സെൻറ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റായി. ഏത്? നമ്മളെ കോഴിക്കോട് റോഡിൽ. അപ്പോൾ ഒന്നും നോക്കണ്ട, നാളെ 3 മണിക്കാണ് ഉദ്ഘാടനം. അപ്പോൾ വിശിഷ്ട അതിഥികൾ ആരൊക്കെയാണ് ഉദ്ഘാടനത്തിന് വരുന്നതൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രമുഖരൊക്കെ വരുന്നുണ്ട്. നിങ്ങളിങ്ങോട്ട് വരിക. അത് മാത്രമല്ല 1 രൂപയ്ക്ക് ചെരുപ്പും മറ്റേ ചെടിച്ചട്ടിയൊക്കെ കിട്ടില്ലേ, അത്രയും ഓഫറുകൾ കൂടിയാണ് നാളെ നൽകുന്നത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ രാവിലെ ഇവിടെ വരിക, എന്നിട്ട് വിശദ വിവരങ്ങൾ അറിയുക കേട്ടോ. അപ്പോൾ നമുക്ക് അടിപൊളി ഓഫറാണ് ഹറം സെൻറ്റർ ഔട്ട്ലെറ്റ് ഫാക്ടറി നൽകുന്നത്. അതിന് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് നിങ്ങളെല്ലാവരെയും ഞങ്ങൾ അറിയിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല, ഞങ്ങളിപ്പോൾ തലേ ദിവസം ഇറങ്ങിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉദ്ഘാടനത്തിൻ്റെ വിശേഷങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാനും ഹറം സെൻറ്റർ ഔട്ട്ലെറ്റ് തലേ ദിവസം തന്നെ ഒത്തിരി സമ്മാനങ്ങൾ, അതായത് നമ്മുടെ 3 മാക്സ് ലൈവും അതുപോലെ തന്നെ ഹറം സെൻറ്റർ ഔട്ട്ലെറ്റ് ഫാക്ടറിയും ചേർന്നിട്ട് നമ്മൾ ഒത്തിരി സമ്മാനങ്ങൾ ഓരോരോ പ്രിയപ്പെട്ടവർക്കുണ്ട്. വളാഞ്ചേരിൻ്റെ ബസ് സ്റ്റാൻഡ് ആണെങ്കിലും ഓട്ടോ സ്റ്റാൻഡ് ആണെങ്കിലും എല്ലാ പച്ചക്കറി മാർക്കറ്റ് ആണെങ്കിലും ഈ റോഡിലൂടെ പോകുന്ന വാഹനങ്ങളിലാണെങ്കിലും ഒക്കെ ഞങ്ങളങ്ങനെ എല്ലാവരോടും കാര്യങ്ങൾ പറയുന്നുണ്ട്, കുസൃതി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഹറം സെൻറ്റർ ഔട്ട്ലെറ്റ് ഫാക്ടറിൻ്റെ ഗംഭീരമായിട്ടുള്ള സമ്മാനങ്ങളൊക്കെ നമ്മൾ നൽകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി നാളെ മുതൽ വളാഞ്ചേരിക്ക് ഉത്സവത്തിൻ്റെ ദിനങ്ങളാണ് എന്നുള്ളത് സന്തോഷകരമായിട്ട് നിങ്ങളെല്ലാവരും അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി പറയുകയാണ്, നിങ്ങളെല്ലാവരും വളരെ സ്നേഹത്തോട് കൂടിയിട്ട് 3 മാക്സ് ലൈവും ക്ഷണിക്കുകയാണ് കേട്ടോ ഈ ഒരു ഉദ്ഘാടന ആഘോഷ വേളയിലേക്കും. തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും മഹനീയ സാന്നിധ്യം ഒക്കെ ഉണ്ടാവണമെന്ന് വളരെ വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കേട്ടോ.